നിയമനിർമ്മാണം അള്ളാഹു അല്ലാത്തവർക്ക് നൽകൽ കുഫ്റല്ലേ? അത് ഒരു സംശയവുമില്ല. ഇസ്ലാമിന്റെ നിയമത്തിന് എതിരായിട്ട് ഒരു നിയമം ഉണ്ട്, അതെല്ലാവരും സ്വീകരിക്കണം എന്ന നിലക്ക് ആര് നമ്മളെ നിർബന്ധിച്ചാലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലില്ല. ഉണ്ടോ? ഇവിടെ എല്ലാവരും പലിശ വാങ്ങണം, ഉണ്ടോ? പലിശ വാങ്ങാതെ ആരും പാടില്ല എന്നിവിടെ ഉണ്ടോ? നമ്മളെ അക്കൗണ്ടിലേക്ക് നമ്മൾ അറിയാതെ വന്ന പലിശ പോലും നമുക്ക് വേറെ വഴിക്ക് ഒഴിവാക്കാം. അത് തരുന്ന ആളുകളോട് വേണ്ടാന്ന് പറയാം. അതിനൊക്കെ സ്വാതന്ത്ര്യമില്ല ഇവിടെ. എന്തിനവിടെ ഇല്ലാത്തത്? അപ്പോ ഇവിടെ ഈ ഇന്ത്യൻ ഭരണഘടന എന്ന ഒരു നിയമം, അത് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കുറെ ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയതാണ്. ആ നിയമം ഒരിക്കലും ഇസ്ലാമിന്റെ നിയമത്തെ തകർക്കാനോ നശിപ്പിക്കാനോ അല്ല. എല്ലാവർക്കും അവരെ മതങ്ങളും മറ്റു കാര്യങ്ങളും പ്രചരിപ്പിച്ച് ജീവിക്കാം എന്ന സ്വാതന്ത്ര്യം അനുവദിക്കുകയാണ്. ഇനി ഒരു കാര്യം, അള്ളാഹുവിന്റെ നിയമത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമത്തിനും എതിരായി പിന്നെ ആര് സ്വീകരിച്ചാലും അത് ഉറപ്പാണ് ജാഹിലിയത്തിലെ സ്വഭാവമാണ്. അതാണ് ഇവിടെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറയുന്നു, വകുല്ലു ഹുക്മിൻ യുഖാലിഫു ഹുക്മല്ലാഹ് ഔ ഹുക്മ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും വിധിക്ക് എതിരാകുന്ന വിധി ഫഹുവ മിൻ ഹുക്മിൽ ജാഹിലിയ, അത് ജാഹിലിയത്തിലെ വിധിയാണ്. ഫമൻ ഇഅ്തഖദ, നോക്കിക്കോട്ടോ, ഫമൻ ഇഅ്തഖദ, ഒരാൾ വിശ്വസിക്കുന്നു, അന്നൽ ഹുക്മല്ലദി യുഖാലിഫു ഹുക്മല്ലാഹ് ഔ ഹുക്മ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ വിധിക്കും അള്ളാഹുവിന്റെ തിരുദൂതരുടെ വിധിക്കും എതിരായ ഒരു കാര്യം അഹ്സൻ വ അഫ്ളൽ, അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠം. വഅദലു മിൻ ഹുക്മില്ലാഹ്, അള്ളാഹുവിന്റെ വിധിയേക്കാൾ ഏറ്റവും നീതിയായ വിധി അതാണ് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ അവൻ എന്താണ്? പിന്നെ അവൻ ഫഖദ് കഫറ, അവൻ അവിശ്വാസിയായി. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലി വമിൻ ഹുക്മി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിക്കും അതിനേക്കാളൊക്കെ ഈ വിധിയാണ് ഏറ്റവും നല്ലത് എന്നൊരുത്തം പറഞ്ഞാൽ ഫഖദ് കഫറ, അവനിൽ കുഫർ വന്നു. ഈ നിലപാട് നമുക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് പറയുന്നുള്ളൂ? നമ്മുടെ രാജ്യത്ത് നമുക്ക് നമ്മുടെ ദീൻ കൊണ്ട് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനെതിരായി നമുക്ക് ഇവിടെ ഒന്നും അനുഭവപ്പെടുന്നില്ല. ഇനി എവിടെങ്കിലും വല്ല തടസ്സം ഉണ്ടാകും, അതിന് കാരണം ഉണ്ടാകും. ആ കാരണം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ചില സ്ഥലത്ത് നമ്മൾ പെർമിഷൻ ചോദിക്കും, പെർമിഷൻ കിട്ടൂല. അപ്പോ ഇന്ന കാരണം കൊണ്ടാ തരാത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ദിവസം തരാ, കണ്ടോ? അതിലെ സ്വാതന്ത്ര്യം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലം നടത്തിക്കോളി, ഇവിടെ ഇപ്പോ വേറെ ചില സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, അത് ഉൾക്കൊള്ളാൻ നമ്മൾ സന്നദ്ധരാകണം. അപ്പൊ ആ ഒരു നിലപാടന്നെ ഉള്ളൂ ഇവിടെ. അല്ലാതെ നമ്മളിവിടെ ഈ ആളുകൾ ജലിപ്പിക്കുന്ന പോലെ, വാദിക്കുന്ന പോലെ നമ്മൾ എന്തോ ഒരു കുഫറിനെ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുന്നു എന്നോ ഒന്നില്ല. അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരോ നേതാക്കളോ എവിടെയും ആ നിലക്ക് പറയുകയോ പ്രചരിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ എന്തും ഏതും പറയാം എന്നവർക്ക് ആ നിലക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്നല്ലാതെ അതൊക്കെ ദഅവത്തിനെ എങ്ങനെ മുടക്കണം എന്ന ഒരു അജണ്ട മാത്രമാണ് അതിൻ്റെ എല്ലാം പിന്നിലുള്ളത്.